പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 8-ാം അധ്യായം 37 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ ദൈവത്വത്തിലേക്ക് സൂചന നൽകുന്ന സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ച് ധ്യാനിക്കുന്നത്. ഈശോ പിതാവിനെക്കുറിച്ചും തന്നെക്കുറിച്ചും ഏറ്റവും സത്യസന്ധമായ കാര്യം യഹൂദരോട് സംസാരിക്കുന്നു, അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നു. അത് ഈശോയുടെ നേരിട്ടുള്ള അനുഭവത്തിൽ നിന്ന്, അറിവിൽ നിന്ന്, ബോധ്യത്തിൽ നിന്നുള്ള കാര്യമാണ്. പിതാവിൽ നിന്ന് വന്നുവെന്നും പിതാവാണ് അയച്ചതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈശോ ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നു. എന്നാൽ യഹൂദർ, ഈശോയെ കേൾക്കുന്ന യഹൂദർ ഈശോയെ എതിർക്കുന്നു. അത് അവരുടെ അറിവിൽ നിന്ന്, നിയമത്തിൽ നിന്ന്, അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ അറിവിൽ നിന്ന്, അവർ ശരിയെന്ന് വിശ്വസിക്കുന്ന തോന്നുന്ന കാര്യങ്ങളിൽ നിന്ന് അവർ ഈശോയോട് സംസാരിച്ച് തർക്കിച്ചു നിൽക്കുന്നു. അത് അവരുടെ അറിവാണ്. ഒരുപക്ഷെ അതല്പം തെറ്റായിരുന്നെങ്കിൽ പോലും, അല്ലെ അതിനേക്കാൾ ശരിയായ കാര്യം ഈശോ പറഞ്ഞപ്പോൾ അതിനെ ഉൾക്കൊള്ളാനും സ്വീകരിക്കാനും ഒരു മനസ്സ് കാണുന്നില്ല. സാധാരണ നമ്മൾ നാട്ടുഭാഷയിൽ പറയാറുണ്ട്, കണ്ട നീ അങ്ങ് മാറി നിൽക്ക്, കേട്ട ഞാൻ പറയാം. ഏതാണ്ട് ആ ഒരു മനോഭാവമായിരുന്നു യഹൂദർ ഈശോയോട് സംസാരിക്കുമ്പോൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വായിച്ച് ധ്യാനിച്ചത്, തിങ്കൾ ചൊവ്വ ദിവസം, ഞായർ തിങ്കൾ ദിവസങ്ങളിലായി വായിച്ച് ധ്യാനിച്ചത് സമറിയാക്കാരിയും ഈശോയും തമ്മിലുള്ള സംസാരമായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നിന്ന് സമറിയാക്കാരിയും സംസാരിച്ചു തുടങ്ങുമ്പോൾ തന്റെ ബോധ്യത്തിൽ നിന്ന് സംസാരിക്കുന്നു. പക്ഷേ ഈശോ ആധികാരികമായി കാര്യങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ്, സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം സമറിയാക്കാരി കാണിക്കുന്നത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കും. ഇവിടെയാണ് യഹൂദരും ആ സമറിയാക്കാരിയും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസവും നമ്മൾ തിരിച്ചറിയുന്നത്. സമറിയാക്കാരിയുടെ ഒരു മനോഭാവം സത്യത്തെ അത് വെളിപ്പെട്ടപ്പോൾ അംഗീകരിക്കാനും തന്റെ ഭാഗമൊന്ന് വിട്ടുകൊടുക്കാനും, അതോടൊപ്പം ആ പറയപ്പെട്ട കാര്യം സ്വീകരിക്കാനും, അത് പറഞ്ഞയാളെ ബഹുമാനിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സ് കാണിക്കുന്നു. അങ്ങനെ സമറിയാക്കാരി ഈശോയുടെ മുമ്പിൽ ഒരു നല്ല സമറിയാക്കാരിയായി മാറുന്നു, അവൾ ഈശോയുടെ പ്രേക്ഷിതയായി മാറുന്നു എന്ന് കൂടി നമ്മൾ തിരിച്ചറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളുടെ ഉള്ളിലും ഓരോ ബോധ്യങ്ങളുമായി ഞങ്ങൾ ജീവിക്കുന്നുണ്ട്, പല കാര്യങ്ങളെയും കുറിച്ച്. പക്ഷെ ഞങ്ങളുടെ മുമ്പിൽ മറ്റാരെങ്കിലും വഴി അതിനെ തിരുത്തുകയോ കൂടുതൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുകയോ ഞങ്ങൾക്കത് വെളിപ്പെടുത്തി തരികയോ ചെയ്യുമ്പോൾ, സത്യമാണെങ്കിൽ, വിശ്വസിക്കേണ്ടതാണെങ്കിൽ, സ്വീകരിക്കേണ്ടതാണെങ്കിൽ അത് തുറന്ന മനസ്സോടെ സ്വീകരിക്കാനും, ഞങ്ങളുടെ ഭാഗത്തെ അനാവശ്യ കടുംപിടുത്തങ്ങൾ ഒഴിവാക്കി തെറ്റിദ്ധാരണകളിൽ ഉറച്ചു നിൽക്കാനുള്ള ഞങ്ങളുടെ മാനുഷിക പ്രവണത ഒഴിവാക്കി, മറ്റുള്ളവർ പറയുന്നത് സത്യസന്ധമാണെങ്കിൽ അത് സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് നിയന്ത്രിക്കുകയും ഞങ്ങളുടെ ചിന്തയെ അങ്ങ് വിമലീകരിക്കുകയും ചെയ്യണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ ഈ ദിവസത്തോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.